ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ട്രെൻഡൊക്കെ കഴിഞ്ഞെങ്കിലും നമ്മളുടെ വീഡിയോ നമുക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ നമ്മളുടെ ലബൂബുമാണ് ഇന്നത്തെ നമ്മുടെ താരം. ലബൂബു മാക്രോൺ ബോട്ട്സ് ആണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ A4 ഷീറ്റും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ. കൂടുതലായിട്ടുള്ള ഐറ്റംസ് ഒന്നും വേണമെന്നൊന്നുമില്ല. പക്ഷേ ഈ A4 ഷീറ്റ് മാത്രമാണ് നിങ്ങളുടെ അടുത്തുള്ളതെങ്കിൽ ഒരു 2-3 A4 ഷീറ്റൊക്കെ ഒട്ടിച്ചിട്ട് അതിനൊന്ന് തിക്കാക്കി എടുക്കുക. അല്ലെങ്കിൽ ഒരു തിക്ക് ഷീറ്റ് എടുത്തതിന് ശേഷം ഈ ബോട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ ബോട്ട്സ് ഉണ്ടാക്കുമ്പോൾ കുറച്ചൊരു തിക്നെസ് ഉള്ള പേപ്പർ തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പം ഈ കാണുന്ന പോലെയൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ അപ്പോൾ 4 ഫേസസ് ആയിരിക്കും ആ ബോട്ട്സിനകത്ത് ഉണ്ടാവുക അല്ലേ. ഇനി ഒരു ഫേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന പോലെ ഒന്ന് ട്രേസ് എടുത്തിട്ട് ആ ഫ്രണ്ട് ഫേസാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഞാൻ അതേപോലെ ട്രേസ് എടുത്ത് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വരയ്ക്കാൻ മടിയുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പണിയാണല്ലോ ഈ ട്രേസിങ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ പേപ്പർ കോപ്പി ആപ്പ് വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് അതിന് മേലെ വെച്ചിട്ടൊരു ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷമാണ് അതിന് മേലത്ത് കൂടെ വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയും ചെയ്യാൻ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ വരച്ചെടുക്കുക. അപ്പം വരയ്ക്കാൻ മടിയുള്ളവർക്കൊക്കെ ബെസ്റ്റായിട്ടുള്ളൊരു ഐഡിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് വരച്ചെടുക്കാൻ വേണ്ടി ആദ്യം ശ്രദ്ധിക്കാം. അപ്പം ദെൻ ഇനി ആ ട്രേസ് എടുത്തതിലോട്ട് നമ്മൾക്ക് ഒരു ബ്ലാക്ക് മാർക്കർ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ജെൽ പെന്നാണെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ പെന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നോർമൽ പെന്നാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കെച്ച് യൂസ് ചെയ്യാം, മാർക്കർ യൂസ് ചെയ്യാം. മാർക്കറൊക്കെ ആവുന്ന സമയത്ത് കുറച്ച് തിക്കാവാതിരിക്കാൻ വേണ്ടിയും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് ഞാൻ പെൻ യൂസ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം കേട്ടോ. ദെൻ ഇനി 2 സൈഡ് ഞാൻ ജസ്റ്റ് വിട്ടിരിക്കുകയാണ്. അവിടെ കാര്യമായിട്ട് ഞാനൊന്നും വരയ്ക്കുന്നൊന്നും ഇല്ല കേട്ടോ. പിന്നെ ബാക്കിലുള്ള ഫേസിലാണ് ഇങ്ങനെ നമ്മളുടെ 6 ലബൂബിൽ ഏതാണ് സീക്രറ്റ് എന്നൊക്കെ അങ്ങനെയുള്ളൊരു തീമാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ 6 ലബൂബിനെ കുഞ്ഞു ലബൂബിനെ മിനി ലബൂബൂസ് അതൊന്നും നമ്മൾ വരച്ചെടുത്ത് കളർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഫ്രണ്ട് ഫേസ് കളർ ചെയ്യുന്ന ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ നമ്മുടെ ഒറിജിനൽ മാക്രോൺ ബോട്ട്സിലുള്ള കളർ എന്താണോ അതൊക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. സെയിം കളേഴ്സ് തന്നെയാണ് കളർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോഴേ നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള ആ ബോട്ട്സിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഇവിടെ ഞാൻ ഇഷ്ടമുള്ള കളേഴ്സ് എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് കുറേ കളേഴ്സ് ഓഫ് ലബൂബു ഉണ്ട്. അപ്പോൾ ആ കളേഴ്സ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഒരു ലൈറ്റ് യെല്ലോയിഷ് ഷെയ്ഡ് കൊടുത്തു. ദെൻ ഒരു പിങ്കിഷ് ഷെയ്ഡാണ് നെക്സ്റ്റ് കൊടുക്കുന്നത്. അങ്ങനെ ഓരോ കുഞ്ഞു കുറച്ചുകൂടെ പെയിലായിട്ടുള്ള കളേഴ്സ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയാണല്ലോ നമ്മുടെ ലബൂബൂസിൻ്റെ എല്ലാം കളേഴ്സ്. പിന്നെ അതിനുശേഷം ഇവിടെ ഒരു ബ്ലൂ കളർ പെയിൻറ്റും കൂടെ ഞാൻ ബ്രഷ് പെൻസാണ് യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ബ്രഷ് പെൻസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് നോർമൽ ഈ ക്രയോൺസ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ പെൻസിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അത് വെച്ചിട്ടൊന്ന് കളർ ചെയ്തെടുക്കുക. എൻ്റെ ഇന്ന് ആ ക്ലിപ്പ് മിസ്സായിപ്പോയി. അപ്പോൾ നിങ്ങൾ അതേപോലെ എങ്ങനെയാണ് നമ്മുടെ ലബൂബു മാക്രോൺ ബോട്ട്സിലുള്ളത് അതേപോലെ ഒന്ന് കളർ ചെയ്തെടുക്കുക കേട്ടോ. ഞാനിത് കുറേ ദിവസമായിട്ടോ ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് എഡിറ്റ് ചെയ്യാനൊന്നും ഒരു ടൈം കിട്ടാത്തത് കൊണ്ടാണ് ഇത്രയും ലേറ്റായി പോയത്. അപ്പം നമ്മളൊരു ഫുൾ വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ അത് ഇത്തിരി ലോങ് ആയിട്ട് ടൈം എടുക്കുന്നൊരു കാര്യമാണ്. അപ്പം ഞാൻ ഓരോ ദിവസം വൈകുന്നേരം വന്നതിന് ശേഷം ഓരോന്ന് വീതം എഡിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്ത്. ഞാൻ ഒരുപാട് മുന്നേ ചെയ്തു വെച്ച വീഡിയോ ആയിരുന്നു ആക്ച്വലി. പക്ഷേ എന്നാലും കുഴപ്പമില്ല, കുറച്ച് വൈകിയാണെങ്കിൽ നമ്മളിത് പോസ്റ്റ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് ഇടുക. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഈ
മാക്രോൺ ബോക്സിനകത്ത് വെക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് സ്ക്യൂഷിയാണ് കേട്ടോ. അതായത് ലബൂബു സ്ക്യൂഷിയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. എൻ്റെ അടുത്ത് ഫറൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ലബൂബു സ്ക്യൂഷിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചൊരു ലബൂബിൻ്റെ ഒരു കീ ചെയിനും കൂടി ഉണ്ട്. ഇത് രണ്ടുമാണ് നമ്മൾ അതിനകത്ത് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു കുറച്ച് വലുതാക്കിയിട്ട് ഒരു ലബൂബിനെ ഒന്ന് നമ്മൾ വരച്ചെടുത്തിട്ട് അതൊന്ന് കളർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ലബൂബിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പം ഹോങ്കോങ് ആസ്ഥാനായിട്ടുള്ളൊരു കലാകാരനുണ്ട്, കാസിങ് ലു. അദ്ദേഹമാണ് ശരിക്കും ഈ ലബൂബുവിനെ ഒന്ന് ഈ ഒരു ഫോം കൊടുത്തിരുന്നത് കേട്ടോ. പിന്നെ ആക്ച്വലി ഇത് കിഡ്സ് കാർട്ടൂണിലുള്ള ഒരു ജസ്റ്റ് ഒരു ക്യാരക്ടർ മാത്രമായിരുന്നു ഈ ലബൂബു. പിന്നീട് പോപ്പ് മാർട്ട് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് നമുക്ക് ഈ ലബൂബു ടോയ്സ് എല്ലാം നമ്മുടെ മാർക്കറ്റിൽ എത്തിച്ചേട്ടോ. അപ്പം അത് ആദ്യമൊന്നും അത്രയ്ക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലൊന്നും ആയിരുന്നില്ല. പക്ഷേ ഈ അടുത്ത കാലത്താണ് നമ്മുടെ പോപ്പ് സിംഗേഴ്സ് എല്ലാം ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കീ ചെയിനായിട്ടും ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് നടന്നിരുന്ന സമയത്ത് അതൊരു വല്ലാത്തൊരു ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയാണ് ഇത് ആക്ച്വലി ഒരു ഫുൾ ഓൺ ആയിട്ട് വന്നിരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇത് കിട്ടുന്നത് എങ്ങനെയാണ്, ബ്ലൈൻഡ് ബോക്സ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മേടിക്കുന്നത് എന്താണെന്ന് നമുക്ക് അറിയാത്തൊരു ഇതാണ്. അപ്പം എല്ലാവരും അത് കളക്ട് ചെയ്യുക എന്നുള്ളൊരു രീതിയിലോട്ട് പോയി. അങ്ങനെ ഇതിൻ്റെ വാല്യൂ തന്നെ ഒരുപാട് കൂടി വന്നു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് തിരിച്ചു വരാം. ഈ കാണുന്ന പോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പുറകിലും കൂടെ ഒരു ഷീറ്റ് വേണം, എന്നാലേ നമുക്ക് നമ്മുടെ സ്ക്വിഷി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം കുറച്ചൊരു വൈറ്റ് സ്പേസ് വിട്ടതിന് ശേഷം വേണം നമ്മൾ കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പുറകിൽ ഒരു ഷീറ്റും കൂടെ വെച്ചിട്ട് വേണം കട്ട് ചെയ്തിട്ടാൻ, എന്നാലേ നമുക്ക് അതിനകത്തൊരു സ്പോഞ്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കോട്ടണൊക്കെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് സ്ക്വിഷി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ദെൻ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഇതൊന്നും കംപ്ലീറ്റ്ലി കവർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ടേബിളൊന്നും വൃത്തികേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇങ്ങനെ സ്റ്റിക്കർ ഷീറ്റ് വെച്ചിട്ടാണ് അതിന് മേലെ വെച്ചിട്ടാണ് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പം ഈ കാണുന്ന പോലെ എന്ത് ചെയ്യുക, ഒന്ന് സെല്ലോ ടേപ്പ് അതിന് മേലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ദെൻ അതൊന്ന് പറിച്ചെടുത്തിട്ട് ഈ സെല്ലോ ടേപ്പ് പുറകിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ടർ ഫോം ഒക്കെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. ദെൻ അതിനോട്ട് ഏതെങ്കിലും ഒരു സ്പേസിൽ നമ്മളൊരു ഗ്യാപ്പ് വിട്ടിരിക്കണം. അതിലൂടെ വേണം നമുക്ക് ഒന്നില്ലെങ്കിൽ കോട്ടണോ അല്ലെങ്കിൽ സ്പോഞ്ചൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഏതെങ്കിലും, ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കോട്ടൺ ആണ് കേട്ടോ ഫില്ല് ചെയ്യുന്നത്. അപ്പം എൻ്റെ അടുത്ത് കോട്ടൺ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അവിടെ കുറച്ച് പീസൊക്കെ കിടക്കുന്ന അതൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഇതിൽ ഫില്ല് ചെയ്യുന്നത് കേട്ടോ. ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെ ആ ഭാഗം കൂടെ ഒന്ന് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്വിഷി ഇവിടെ റെഡിയായി. ദെൻ നമുക്ക് ഇനി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്വിഷി അകത്ത് ഒരു കവറിങ് ആണ് വേണ്ടത് അല്ലേ. അതായത് ഈ സ്ക്വിഷി വെക്കാനായിട്ട് ഒരു കവറാണ് നമ്മളിനി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ജസ്റ്റ് ഒരു A4 ഷീറ്റ് എടുത്തിട്ട് എന്തെങ്കിലും കളർ പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ എൻ്റെ അടുത്തൊരു ഒരു ഷീറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ അത് വെച്ചിട്ട് അതൊരു കവറാക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അതിൻ്റെ മെഷർമെൻറ്റൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ഇത് നമ്മുടെ ബോക്സിനകത്ത് കൂടെ കൊള്ളണം. ഞാൻ ആദ്യം ചെയ്ത സമയത്ത് ബോക്സിനകത്ത് കൊള്ളില്ലായിരുന്നു. പിന്നെ ഞാനത് വീണ്ടും കട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ അതിൻ്റെ ഒരു കറക്റ്റ് സൈസിലോട്ട് ആക്കിയത്. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റാണോ നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ആ സ്ക്വിഷി അതിൻ്റെ അകത്ത് കൊള്ളണം. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ബോക്സിനകത്ത് ഈ കംപ്ലീറ്റ് കവറും കൂടെ കൊള്ളണം. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം കേട്ടോ നമ്മൾ മെഷർമെൻറ്റൊക്കെ എടുത്തിട്ടൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ജസ്റ്റ് വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ജസ്റ്റ് അതിൻ്റെ മേലെ ഒരു ലബൂബു എന്ന് എഴുതിയിട്ടൊരു സ്റ്റിക്കർ പോലെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ജസ്റ്റ് ഒന്ന് ഒരു പേപ്പർ എടുത്തിട്ട് എഴുതുകയാണ്. എഴുതിയതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുത്ത് ആ ഒരു വേർഡ്സിൻ്റെ അതിലൂടെ തന്നെ കട്ട് ചെയ്തെടുത്ത് നമുക്ക് ആ നമ്മുടെ കവറിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം.
ഇനി നമുക്ക് നമ്മുടെ ബോട്ട്സിലോട്ട് തന്നെ തിരിച്ചു വരാം. ഈ ബോട്ട്സ് ഈ താഴ്ഭാഗത്ത് ഒന്ന് ഗമ്മ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ താഴെ ഭാഗം ഒന്ന് സെറ്റായി കിട്ടും കേട്ടോ. പിന്നെ ഈ സൈഡിൽ നമ്മളൊരു ചെറിയൊരു വിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു, അത് വേണം നമ്മൾ കറക്റ്റ് ബോട്ട്സ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് ഒട്ടിക്കേണ്ടത്. പിന്നെ താഴെ ഭാഗം ഇതേപോലെ ഒന്ന് ഗമ്മ് തേച്ചിട്ടൊന്ന് മടക്കി ഒട്ടിക്കുക കേട്ടോ. നമ്മുടെ ബോട്ട്സ് ഏകദേശം റെഡിയായി. അപ്പോൾ അതിനുശേഷം ഇനി എന്താ ചെയ്യേണ്ട, എല്ലാ ഐറ്റംസും നമ്മൾ അതിനകത്തോട്ട് ഇടുക. ഈ കീ ചെയിൻ നമ്മൾ ഇതിന് മുന്നേ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാനിത് ചെയ്യുന്ന സമയത്ത് അതും കൂടെ അതിനകത്ത് ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഉണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ നമുക്ക് ആ സ്ക്വിഷിയോടെ നിർത്താം കേട്ടോ. ഇനി ടോപ്പിൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ പിങ്ക് കളറൊന്ന് ഷെയ്ഡ് ചെയ്ത് എടുക്കുന്നത്. ദെൻ ഇനി അത് എന്ത് ചെയ്യുക, നമ്മൾ ആ ബോട്ട്സിൻ്റെ മേലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിന് മുന്നേ ഇങ്ങനെ നമ്മൾക്ക് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ ചെറിയൊരു ബ്ലാക്ക് സ്കെച്ച് വെച്ചൊന്ന് വരച്ചു കൊടുക്കുക. ദെൻ അതിൽ ആ മാർക്കിങ്ങിലൂടെ തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്ന പോലെ, അതായത് കുറച്ച് പറിക്കുന്ന സമയത്ത് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഈ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സെല്ലോ ടേപ്പ് യൂസ് ചെയ്ത് ഒട്ടിക്കാം, അല്ലെങ്കിൽ ഗമ്മ തന്നെ യൂസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ ലബൂബ് മാക്രോൺ ബോക്സിൻ്റെ ഒരു അൺബോക്സിംഗ് ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ലബൂബു മാക്രോൺ ബോട്ട്സ് മേക്കിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ.